ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സൗണ്ട് ഉണ്ടോ എന്തോ. അപ്പോൾ ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വെച്ചു. വീട്ടിലുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് സൺസ്ക്രീനൊന്നും ഉപയോഗിക്കുന്നില്ല, വീടിനുള്ളിൽ വെച്ചിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത് എന്ന് വെച്ചിട്ട്. എന്നാലും സൺസ്ക്രീൻ ഇടണം എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെയിപ്പോൾ ഇടാറില്ല, വെളിയിലൊക്കെ പോകുമ്പോഴേ ഇടാറുള്ളൂ. അപ്പോൾ അതുമല്ല, നമ്മളിപ്പം കുറച്ച് നേരത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ലേ, അപ്പോൾ അതിട്ടിട്ട് വെറുതെ തുടച്ച് കളയാനല്ലേ, എന്തിനാ വെറുതെ സൺസ്ക്രീൻ കളയുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ ഇടുന്നില്ല. അപ്പം ഞാൻ അതിനകത്ത് ഒരു പൗഡറാണ് ഇടുന്നത് ആദ്യം. ഇപ്പം ഇങ്ങനെ കുറച്ച് പൗഡറും കണ്ണെഴുതിയും പൊട്ടിടുകയും ലിപ്സ്റ്റിക്കിടുകയൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷേ ചിലർ കാണാൻ പറയും പുട്ടിയിട്ടുണ്ടാവില്ല. ഇത് കാണുമ്പോൾ മനസ്സിലാവും പുട്ടിയാണോ അതോ സിമ്പിളാണോ എന്ന്. എനിക്ക് ഈ ഫൗണ്ടേഷൻ അതൊക്കെ ഇടുന്നതിൽ താല്പര്യമില്ല, എനിക്കെന്തോ ഇഷ്ടമല്ല. മീൻസ് ഭയങ്കര വിയർക്കും അതിടുമ്പോൾ. ഇപ്പോൾ സൺസ്ക്രീൻ ഇട്ടാൽ തന്നെ നല്ല വിയർക്കും. അപ്പോൾ ഞാനാണെങ്കിൽ അതൊന്നും ഇടാറില്ല. കൊച്ചിയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു അനുഭവത്തിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കണ്ണിൻ്റെ അവിടെ ഇച്ചിരി ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ള പൗഡർ നമുക്ക് നമ്മുടെ ഐബ്രോസ് ഫിൽ ചെയ്യാം ഗൈസ്. ഫിൽ ചെയ്യാൻ ആവശ്യമുള്ളത് ഒരു പെയിൻറ്റിങ് ബ്രഷ്, പിന്നെ ഒരു ഐബ്രോ പെൻസിൽ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ഐബ്രോ ഫിൽ ചെയ്യുന്നതെന്ന്. സെയിം സാധനം തന്നെയാണ്. ഒരു ബ്രൗൺ ഐബ്രോ പെൻസിൽ. ബ്ലാക്ക് വരച്ചാൽ എന്തോ എനിക്കിഷ്ടമല്ല, ബ്രൗൺ അല്ല ഇച്ചിട്ടുണ്ട്. ഐബ്രോസിൻ്റെ വീഡിയോ ഞാൻ ഒരു ഷോർട്ട്സായിട്ട് ഇട്ടേക്കുന്നത്, അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അടുത്ത കണ്ണെഴുതിയാലോ? ഞാൻ കണ്ണ് പല രീതിയിൽ എഴുതുവേ. ഇടയ്ക്ക് മീൻസ് ഞാൻ ഊഹിക്കുന്ന രീതി വരും, പക്ഷെ എങ്ങനെയായാലും കൊള്ളായിരിക്കും. എന്നാലും എന്താ, ആ ഒരു വാലിടുന്ന സമയത്ത് മാറ്റം ഉണ്ടാകുന്നതാണ്. അങ്ങ് നമ്മൾ ഉദ്ദേശിക്കുന്നതേ ആയിരിക്കത്തില്ല വരുന്നത്. ഞാനിങ്ങനെ കണ്ണാടി നോക്കി വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വരയ്ക്കാനായിട്ട്. കണ്ണിൽ ഇത് രണ്ടും കൂടെ പിടിച്ച് ചെയ്യുമ്പോൾ പാടല്ലേ. ഇത് ബാക്ക് ക്യാമറയിലാണ് ഞാൻ എടുക്കുന്നത്, അപ്പോൾ എനിക്ക് ക്യാമറ നോക്കി വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നോർമലി മീൻസ് എല്ലാവരും വരയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. ആദ്യം മണ്ടയ്ക്ക് വരയ്ക്കും, എന്നിട്ട് ഞാൻ താഴെ ചില സമയത്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ താഴെ സൈഡ് മാത്രമായിട്ടാണ് വരയ്ക്കുന്നത്, അത് കാണാം. പിന്നെ അതുപോലെ ഇതിനകത്ത് വീഡിയോ ഓൺ വോയിസ് അല്ലാത്ത സൗണ്ട്, നോർമൽ സൗണ്ട് കുറവായിരിക്കും, അതെനിക്കറിയാം. ഞാൻ ഇച്ചിരി സൗണ്ട് കുറച്ചും. പിന്നെ അതുപോലെ ഞാൻ വെളിയിൽ നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്, അപ്പോൾ കിളികളുടെ എല്ലാം നാച്ചുറലായിട്ടുള്ള എല്ലാ സൗണ്ടും ഈ വീഡിയോയ്ക്കുണ്ട്. ഞാനങ്ങനെ കൺമഷി വെച്ച് വരയ്ക്കാറില്ല. ഞാൻ വരച്ചാൽ എനിക്ക് പെട്ടെന്ന് ദിഗംബരനെ പോലെ ആവും, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. കൂടുതൽ ഐലൈനർ വെച്ചിട്ടാണ് ഞാൻ താഴെ വരയ്ക്കാറുള്ളത്. വീഡിയോ ഓഫായിപ്പോയായിരുന്നു, ഞാൻ എന്നിട്ടും അറിയാതെ ഇന്നങ്ങ് വരയ്ക്കുവാണ്. ഞാൻ 2 ലിപ്സ്റ്റിക് ഇടും. ഒന്ന് സ്റ്റുഡിയോയുടെ, ഇത് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഞാൻ അതിൻ്റെ കൂടെ ലിക്വിഡ് കൂടെ ഇടും, അപ്പം പോകത്തില്ലല്ലോ. ഇനി പൊട്ട് വെക്കണം, പൊട്ടില്ലാതെന്തല്ലേ. ഞാൻ സാരിയാണ് ഉടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ലാസ്റ്റിലത്തെ എൻ്റെ ഔട്ട്ലുക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഗൈസ്, ഇതാണ് എൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്ക്. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഉയർത്ത് സാരി വാങ്ങിച്ചൂടും. എങ്ങനെയുണ്ട്? കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യും.